മഴയും വെയിലും കണ്ണുപൊത്തി കളിക്കുന്ന കാലമാണ് മഴക്കാലം എന്നൊക്കെ അറിയപ്പെടുന്നുവെങ്കിലും തീരദേശത്തുള്ളവർക്കും താഴ്ന്ന പ്രദേശങ്ങളുള്ളവർക്കൊക്കെ മഴക്കാലം എന്നും ഭീതിയുടെയും ഭയത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. അങ്ങനെ ഒരു മഴക്കാലത്ത് അപ്രതീക്ഷിതമായി കയറിയ വെള്ളം, അത് കാണാൻ വേണ്ടി ഞാനൊന്ന് പോയി. എൻ്റെ നാട്ടിൽ തന്നെയാണ്. ആ ചെറിയ വെള്ളക്കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഇത് വളപട്ടണം പുഴയുടെ ഭാഗമാണ് കേട്ടോ, ശ്രീകണ്ഠപുരത്ത് വരുന്ന ഈ പുഴ. ഇത് 3-4 ചെറിയ പുഴകൾ കൂടിയിട്ടും തോടുകൾ കൂടിയിട്ടൊക്കെയാണ് ഇത്ര വലുതായി മാറുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത്രയും ചെറിയ ശ്രീകണ്ഠപുരം പുഴയ്ക്ക് ഇത്രയും ഭയാനകമായ നാശം വിധിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ മൂന്നാറിലും ഇടുക്കിയിലൊക്കെയുള്ള വലിയ പുഴകൾ പെരിയാറായി തിന്ന് അവിടെ വെള്ളം കയറുമ്പം എത്ര വലിയ ഭീകരമായ അന്തരീക്ഷമായിരിക്കും അവിടെ. അതാണല്ലോ 2018 മഹാപ്രളയത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2019 ഇങ്ങോട്ടൊക്കെ, അതായത് വടക്കൻ കേരളത്തിലേക്ക് വലിയ പ്രളയം ഉണ്ടായിരുന്നത്. 2 വർഷം മുന്നേ വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായി. അതിൻ്റെ 2ാം ഓർമ്മയിൽ ഇതാ വീണ്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളും വയനാട്ടിലൊക്കെ വീണ്ടും മഴയും പ്രളയവും ഉരുളുപൊട്ടലും ഒക്കെ ആയിട്ട് ഇത്തവണ വളരെ അപ്രതീക്ഷിതമായിട്ട് പല സ്ഥലങ്ങളിലും രാത്രിയും പകലും ഒക്കെ ആയിട്ട് ഉരുളുപൊട്ടി. ഇതുവരെ കേൾക്കാത്ത നാടുകളിലൊക്കെ ഉരുളുപൊട്ടി, കേൾക്കാത്ത പാലങ്ങളൊക്കെ പൊട്ടി, പൊട്ടാത്ത നാട്ടിൽ കൂടെയൊക്കെ ഉരുളുപൊട്ടി എന്ന് പറയാം. ഒഴുകാത്ത തോടുകളൊക്കെ ഒഴുകി. അങ്ങനെ ഒരു പ്രതിഭാസമായിരുന്നു ഈ 2026 ഓഗസ്റ്റ് മാസത്തോടക്കം സമ്മാനിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 1-ാം തീയതി 2-ാം തീയതി 2026. ഇപ്പം ഞാൻ രാവിലെ ഒരു ചിക്കൻ മേടിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഇന്ന് ചിക്കൻ കടകളൊന്നും ഇല്ലല്ലോ, എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയില്ലേ. ഇനി വെള്ളം കണ്ടിട്ട് തിരിച്ചു പോകാം. എവിടേക്കാണ് വെള്ളം ഉള്ളതെന്ന് നോക്കാം. എൻ്റെ നാട്ടിൽ തന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോയിൽ. ഇത് കുറേ കാലം കഴിയുമ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു മഴക്കാലത്ത്, അല്ലെങ്കിൽ ഒരു വെള്ളം കയറുന്ന കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് ഓർത്തെടുക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൂടി. അപ്പം ഞാൻ പോട്ടെ കേട്ടോ. ശ്രീകണ്ഠപുരം ടൗണിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളെങ്കിലും ഇന്ന് ഞാൻ പോകുന്നത് 7 കിലോമീറ്റർ ചുറ്റിയിട്ടാണ്. കാരണം മലപ്പട്ടം പോയി അവിടെ നിന്ന് കണിയാർവയൽ വന്ന് അങ്ങനെയൊക്കെ വേണം കറങ്ങി അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കണിയാർവയലിൽ വന്നപ്പം വീണ്ടും ഒരു സ്ഥലത്ത് പിന്നെയും വെള്ളം കണ്ടു. അപ്പോൾ ഈ മലപ്പട്ടം ഏരിയ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് ഏതായാലും വെള്ളം കയറില്ല കേട്ടോ. പക്ഷേ അവിടെ പ്രശ്നം വെച്ചാൽ ഭയങ്കര കാറ്റായിട്ട് റബ്ബർ മരങ്ങളൊക്കെ ഒരുപാട് ഒടിഞ്ഞ് വീണിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വേറൊരു വഴിയുണ്ട്, SCS കോളേജിൻ്റെ അവിടെ നിന്ന് ശ്രീകണ്ഠപുരത്തേക്ക് ഓട്ടിട്ട് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. അപ്പം ആ വഴിക്ക് ഞാൻ തിരിച്ചിറങ്ങി. അതിനിടയിൽ ഞാൻ കണിയാർവയലും കണ്ടു, കാഞ്ഞിലേരി ഒന്ന് കണ്ടു, അവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ടു. അപ്പം ഇന്നലെ ഞാൻ വരുമ്പോൾ ഇത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാവിലത്തേക്ക് ഇത്രത്തോളം വെള്ളമാണെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വെളുപ്പിന് 4 മണിക്ക് ഒരു അലാം വന്നിട്ടുണ്ടായിരുന്നു, കനത്ത മഴയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനുശേഷം ഇതുവരെയും വലിയ മഴയൊന്നും പെയ്തിട്ടില്ല. ഇപ്പം ഏതാണ്ട് സമയം 3 മണിയായിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞിട്ട്. ഇതുവരെയും വലിയ മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിലും എവിടേക്കോ മഴ പെയ്യുന്നുണ്ട്, ആ കയറിയ വെള്ളം അങ്ങനെ തന്നെ ഇറങ്ങാതെ നിൽക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ടും ഇല്ല അവിടെയൊക്കെ. കറണ്ടൊക്കെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ലൈൻ പൊട്ടി വിട്ടും മരങ്ങൾ പൊട്ടി വിട്ടും ഒക്കെ പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റു ബുദ്ധിമുട്ടും. വീണ്ടും ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് അതിനൊരു വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ എനിക്ക് 2 ആക്ഷൻ ക്യാമറ ഉണ്ട്. ക്യാൻസറിൻ്റെ തന്നെ 2 ഉണ്ട്. അതിനകത്ത് ഒന്ന് കുഴപ്പമില്ലാത്തതാണ്. ഒന്ന് ആദ്യം ഞാൻ പറ്റി ഏറ്റവും ലോ ബഡ്ജറ്റ് ഒരു 3000 രൂപീസ് മാത്രമേ വരുന്ന ആക്ഷൻ ക്യാമറ ഉണ്ട്. അതായിരുന്നു ഇന്ന് ബാഗിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്താണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ സ്ഥലങ്ങൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ദൂരേന്ന് നിന്ന് കാണുന്നതാണ്. കോട്ടൂരിൽ നിന്ന് കണ്ടാൽ ശ്രീകണ്ഠപുരം പോലെ വളഞ്ഞൊഴുകി വരുന്നതാണ്. ഇത്ര വീതിയിലാണോ ഇവിടെ ഈ ചെറിയ പുഴ ഒഴുകുന്നത്? അപ്പം ഞാൻ പറഞ്ഞ പോലെ പെരിയാറൊക്കെ എന്ത് വീതിയിലായിരിക്കും? പെരിയാർ പോട്ടെ, നമ്മുടെ ബ്രഹ്മപുത്ര നദിയൊക്കെ എത്ര വീതിയിലായിരിക്കും? ആസാമിലേക്ക് മഹാപ്രളയം കഴിഞ്ഞല്ലേ ഉള്ളൂ, 4-5 കിലോമീറ്റർ പരന്നൊഴുകിയാണ്. അപ്പോൾ ആമസോൺ എത്രയായിരിക്കും? ചില സ്ഥലങ്ങളിലൊക്കെ 15-16 കിലോമീറ്റർ വീതിയിലാണ് ഒഴുകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അറിയില്ല. ഇപ്പം നമ്മുടെ വൈറ്റ് ഹണ്ടറിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെൻ്റെ വീടിനടുത്ത് 1 കിലോമീറ്റർ അകത്തുള്ള സ്ഥലമാണ്. ഈ സ്ഥലം കാണാൻ ഞാൻ 7 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത സ്ഥലത്തൊന്ന് പോയി നോക്കാം അവിടുത്തെ കാഴ്ച എന്താണെന്ന്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ രാവിലെ പോകുന്ന സമയത്ത് എന്തായാലും മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോയി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലൂടെ പോകുന്നത്. ശ്രീകണ്ഠപുരം ടൗൺ മുഴുവൻ മുങ്ങിപ്പോയി. പിന്നെ മലപ്പുറത്ത് പോയി. മലപ്പുറത്ത് ചെറിയ കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ കണിയാർവയലിൽ പോയി, അവിടെ കുറച്ചുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഒരു അടിപൊളി നല്ല ശുദ്ധജല തടാകം എന്നൊക്കെ പറയുന്ന പോലെ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നുണ്ടോ. ഇത് ചെന്ന് ചേരുന്ന വലിയ ചളി വെള്ളത്തിലോട്ടാണ്, കലക്ക വെള്ളത്തിലോട്ടാണ്. മടമ്പത്താണ് കേട്ടോ ഇത് സ്ഥലം. പക്ഷേ അതിൻ്റെ അടുത്ത് 2 വീടുണ്ട്. ആ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം കയറി. ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട് അവർ വീട്ടിലെ വെള്ളമൊക്കെ വകഞ്ഞ് വിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുമായിരുന്നു ആ വീടുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് അവിടെ വണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ എൻ്റെ വണ്ടി മുഴുവൻ ചെളിയായിരുന്നു. 2 തവണ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഓടിച്ചപ്പോൾ വണ്ടിയുടെ ചെളിയെല്ലാം പോയി. അതിന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണിത്.
ഇവിടെ മുഴുവൻ വെള്ളമാണ്. ഈ ഏരിയ മുഴുവൻ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. മടമ്പം, കണിയാർവയൽ, തുമ്പേനി ഈ ഏരിയകളുടെയൊക്കെ ഒരു ഭാഗം വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത പോലെ കിടക്കുകയാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്ന് SS കോളേജ് വഴിയാണ് ഇറങ്ങി വന്നത്. അപ്പോൾ ആ വഴി പണ്ട് ഈ തെരുവ് പുല്ല് പോലത്തെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ അവിടെ വണ്ടി ഒന്ന് നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് പുഴ കാണാൻ പറ്റും, വളരെ ദൂരെ നിന്ന് കാണാൻ പറ്റും. ദൂരെ നിന്ന് പോകുന്ന പുഴയിൽ നമ്മൾ ഒഴുക്കിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. പക്ഷേ കുറേ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ വ്യക്തമല്ല. പിന്നെ ശ്രീകണ്ഠപുരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇത്. കാഞ്ഞിലേരിയുടെ വേറൊരു ഭാഗമാണ്. അവിടെയും ഞാൻ പോയി. അവിടെയും വെള്ളം കയറിയിട്ടുണ്ട്. കാഞ്ഞിലേരി ഉളിക്കലിലോട്ടുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ശ്രീകണ്ഠപുരത്ത് നിന്ന് തളിപ്പറമ്പിലേക്ക് പോകാനും പറ്റില്ല, ഇരിട്ടിക്ക് പോകാനും പറ്റില്ല, പയ്യാവൂർക്ക് പോകാനും പറ്റില്ല. അങ്ങനെ ഒരു സ്ഥലം, പ്രത്യേക സ്ഥലം ഒറ്റപ്പെട്ട രീതിയിലാണ്. കാരണം ഈ പയ്യാവൂർ ഭാഗത്തു നിന്നും കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളങ്ങളൊക്കെ ശ്രീകണ്ഠപുരം ടൗണിലോട്ടാണ് വന്നു ചേരുന്നത്. ഇതുണ്ട് ശ്രീകണ്ഠപുരം ടൗണിലുള്ള വെള്ളമാണ്, ഒരു ഭാഗമാണ്. അവിടെ ഒരു HP പമ്പൊക്കെ ഉണ്ട്. അതൊക്കെ പകുതിയോളം തന്നെ മുങ്ങിപ്പോയി എന്ന് പറയാം. 2019 പ്രളയത്തിൽ ഇതിലും ഭീകരമായിരുന്നു. പക്ഷേ ഇത്തവണ ഇതിൽ അത്ര വലുതായിട്ട് വന്നിട്ടില്ല. അപ്പം വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പിന്നെയും മഴ കനക്കുകയാണെങ്കിൽ വീണ്ടും വെള്ളം വരും. കാരണം ഒരുപാട് വാഴക്കൃഷിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം മുങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ കുറേ വീടുകളൊക്കെ മുങ്ങിയിട്ടുണ്ട്. പെട്രോൾ പമ്പുകൾ പോയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിനടുത്ത് വരെ വെള്ളം വന്നിട്ടുണ്ട്. കണ്ണൂർക്കുള്ള മെയിൻ റോഡ്, മലപ്പട്ടം വഴി പോകുന്ന റോഡ്, അതും മുങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശ്രീകണ്ഠപുരത്തിൻ്റെ മഴക്കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ പുഴ എത്രത്തോളം ഭയാനകമായിട്ടാണ് ഒഴുകുന്നതെന്ന് ഇത് കണ്ടാൽ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൂരെ കാണുന്ന ഭയങ്കര വീതിയിൽ, ഭയങ്കര കുത്തൊടുക്കിൽ തന്നെയാണ് പുഴ ഒഴുകുന്നത്. ഇത് നമ്മുടെ ആ കണിയാർവയൽ ഭാഗത്തുള്ള ഒരു വ്യൂവാണിത്. അത്ര ഒഴുക്കാണ് വരുന്നത്. അപ്പം ഈ തേങ്ങയൊക്കെ വരുന്നുണ്ട്, അല്ല മരങ്ങളൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ പയ്യാവൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒന്നുകൊണ്ട് പാലങ്ങൾക്കൊക്കെ വളരെ വലിയ കേടുപാടുകൾ സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഈ പാലത്തിനോടൊക്കെ തട്ടി വലിയ മരങ്ങളും കച്ചറകളൊക്കെ ബ്ലോക്കായി നിൽക്കുമ്പോൾ പിന്നെയും വെള്ളം പോവില്ല. അങ്ങനെ പോകാതിരിക്കുമ്പം പിന്നെയും വെള്ളം ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ സമീപപ്രദേശങ്ങളിലേക്കും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നു. ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ അതിന് വെള്ളത്തിൽ ഇറങ്ങി ചവിട്ടാൻ നിന്നിട്ടില്ല. ഇത് തുമ്പേനി ഭാഗത്താണ്. ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഭാഗം ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അവിടെ മുഴുവൻ വെള്ളമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു മഴക്കാഴ്ചകൾ എന്ന് പറഞ്ഞത്. ഇതും ശ്രീകണ്ഠപുരത്തിൻ്റെ ടൗൺ വിഷൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ ടൗണിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, നടന്ന് പോകാമായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ചെളിവെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കണ്ട എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല. മടമ്പം ഭാഗത്തൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. മടമ്പം പാലം, ഇത് കോട്ടൂരാണ്, ഈ ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ആ വീടിനടുത്തൊക്കെ 2 വർഷം മുന്നേ ഈ മതിലുണ്ടായിരുന്ന വീട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ മുങ്ങിയതാണ്. ഇപ്പം അത്ര ഇതൊന്നും വെള്ളം വന്നില്ല. 2 വർഷം മുന്നില്ല കേട്ടോ, 6 വർഷം മുന്നേ, 7 വർഷം മുന്നേ, 2019, 7 വർഷം മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈ മതിലിൻ്റെ മുകളിൽ വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൽ അത്ര വലിയ വെള്ളമൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ അറിയുന്ന വീട്ടുകാരൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോളൊക്കെ കളിക്കുന്ന, ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടൊക്കെ പൂർണ്ണമായും തന്നെ മുങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കണം, കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കണം, കാട് വെട്ടിത്തെളിക്കണം എന്നൊക്കെ. ഇപ്പോൾ ഏതായാലും വലിയ വെള്ളം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ശ്രീകണ്ഠപുരം ടൗൺ ഇങ്ങനെയായിരുന്നു. കുറച്ച് വിഷ്വൽസ് ആയിട്ട് ഫ്രണ്ട് അയച്ചു വന്നതാണ്. അപ്പം ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് വരെ വെള്ളം കയറി. ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ശ്രീകണ്ഠപുരത്ത് വെള്ളം കയറിയാൽ പൊതുവേ വളരെ വിരളമാണ്. ഇത്തവണ ഏതായാലും ബസ് സ്റ്റാൻഡിൻ്റെ അകത്തും വെള്ളം കയറിയിട്ടുണ്ട്. പുറത്ത് മഴ നല്ല ശക്തിയായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ശ്രീകണ്ഠപുരം പുഴയുടെ പാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നിട്ടാണ് ഇങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു വളഞ്ഞു വരുന്ന സ്ഥലമാണ് പുഴ. ഇവിടെ ഞങ്ങൾ പണ്ട് നീന്താനൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ നിറഞ്ഞ വെള്ളമാണ്. ഇന്ന് അതിലും ഭീകരമായ വെള്ളം. അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തോണി ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീകണ്ഠപുരത്തിൻ്റെ ഒരു ഭാഗത്തെ മഴക്കാഴ്ചകൾ എന്ന് പറയുന്നത്. ഈ വെള്ളങ്ങളൊക്കെ ഇവിടുത്തെ കടകളിലോട്ടൊക്കെ കയറി ചെളിയും മറ്റ് ജീവികളും കയറി, പ്രാണികളും പാറ്റകളും കയറി, എലിയും കയറി കടകളൊക്കെ നശിപ്പിച്ച് വൃത്തികേടാക്കി. അവർ എന്തോരം കഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക. ഒരുപാട് വർഷമായിട്ട് ശ്രീകണ്ഠപുരക്കാരുടെ ആവശ്യമാണ് ഈ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം. അത് ഒരു പരിധിവരെ ഉണ്ടാകുന്നില്ല. ഇത് ഒരു പരിധിവരെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഓടകളൊന്നും കൃത്യമായിട്ട് പോകാതിരിക്കുമ്പോഴാണ് വെള്ളക്കെട്ടിൻ്റെ ആദ്യ ഭാഗം ഉണ്ടാകുന്നത്. പിന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ മഴ വരുമ്പം അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലല്ലോ. അത് കാലാവസ്ഥയും ന്യൂനമർദ്ദമൊക്കെ നമുക്ക് തരുന്ന സാധനങ്ങളാണല്ലോ. അപ്പം അതും കൂടെ വന്നു കഴിയുമ്പം നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കാഴ്ചകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മനസ്സിലൊരു വിഷമമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാർ നമ്മുടെ അറിയുന്നവരാണ് പലരും. അവരുടെയൊക്കെ കടകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. പല സുഹൃത്തുക്കളുടെയും വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. നമ്മളിപ്പോഴും സുരക്ഷിതരായിരിക്കുന്നു. ഇതുപോലെയൊന്നും ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും നമുക്ക് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ഈ മഴക്കാഴ്ചകൾ എന്ന് പറയാൻ പറ്റില്ല, മഴ ഞാൻ കാണിച്ചിട്ടില്ല. വെള്ളക്കെട്ടിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും കാണിച്ചിട്ടില്ല. ബൈക്ക് റൈഡിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് അതും പൂർണ്ണമായിട്ട് കാണിച്ചിട്ടില്ല. എങ്കിലും എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ചെറിയ കാഴ്ചകളാണ്.
അപ്പോൾ ഈ കാഴ്ചകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ലോങ് റൈഡ് പോകുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലോങ് റൈഡ് പോകാനുള്ള സാഹചര്യം ഒക്കുന്നില്ല. എങ്കിലും പോകണം. വീണ്ടും കാണാം.